സിമ്പിളായൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇത് 1/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങയും ജീരകവും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരണം. തിളച്ച് ജീരകത്തിൻ്റെയും തേങ്ങേൻ്റെയും ഒക്കെ ഫ്ലേവർ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം വെള്ളം എടുത്ത അതേ കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. പൊടി ഇട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കിയെടുക്കണം. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇതിന്റെ നല്ല ചൂട് മാറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പണ്ടൊക്കെ ഇത് പഞ്ചസാര ചേർക്കുമായിരുന്നു. ഞാനിപ്പോൾ ഏതായാലും ഇതിൽ പഞ്ചസാര ചേർക്കുന്നില്ല. എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ അടിയിൽ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിൽ തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. തേങ്ങ ചേർക്കണം, അപ്പോഴാണ് ഇതിന് ടേസ്റ്റ്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചൂട് മാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഇത് ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. കറികളുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.